പ്രതിഫലിപ്പിക്കപ്പെടുന്നത് എന്നുള്ള തലത്തിലേക്ക് തെരഞ്ഞെടുപ്പുകളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം. ആ ഭരണകൂടം ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലടക്കം ഉണ്ടായിരുന്ന ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇല്ലാതാക്കിക്കൊണ്ട് ബംഗാളിലടക്കം BJP അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ ആ നിരാശ സമൂഹത്തിലാകെ ബാധിച്ചപ്പോൾ ഇനി തെരുവിലിറങ്ങുക അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു നിവൃത്തിയുമില്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും കൂടിയാണ് അവനവന് വേണ്ടി ആ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കറിയാം. ആ സമരത്തിന്റെ നേതൃത്വം ആരായിരുന്നു? ആ സമരത്തിന്റെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയും അഭിജിത്ത് ദീപ്കയും പിന്നെ കുറെ നേതാക്കളും അതുപോലെ തന്നെ നമ്മുടെ ഐഷി ഘോഷ് അടക്കമുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള JNUവിലെ കുട്ടിയടക്കമുള്ള നേതാക്കന്മാർ അവരെല്ലാവരും ഉണ്ട്. അതേസമയം അവിടെ വന്നവരെല്ലാവരും അവരവരുടെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കാത്തു നിന്നവരായിരുന്നില്ല. ഇത് സോനം വാങ്ചുക്ക് വന്ന് ഞങ്ങൾക്കിതെല്ലാം വാങ്ങിത്തരും എന്നുള്ള തിരിച്ചറിവായിരുന്നില്ല അവർക്ക്. നേരെ മറിച്ച് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ഞങ്ങൾ തന്നെ തെരുവിൽ ഇറങ്ങേണ്ടിയിരിക്കുന്നു, ഞങ്ങളിത് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ തിരിച്ചു പോകില്ല, എന്തെങ്കിലും ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഈ സമരം. അല്ലാതെ നാളെ മുതൽ ഈ നീറ്റെല്ലാം എക്സാം ശരിയാകും, ഇയാൾ മാറി വേറൊരാൾ മന്ത്രിയായി കഴിഞ്ഞാൽ ഇതൊക്കെ ശരിയാക്കി കിട്ടും, ഇനി ഈ ഗവൺമെന്റ് തന്നെ പോയി വേറൊരു ഗവൺമെന്റ് അതല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു എന്നും ഇനി ഇത് ഉണ്ടാവില്ല എന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. നേരെ മറിച്ച് ഇതെവിടെയെങ്കിലും ഇത് ചോദ്യം ചെയ്യപ്പെടുകയും അതിൻ്റെ ഉത്തരവാദിത്വം തീരുമാനിക്കപ്പെടുകയും ചെയ്യണം, അതിനുള്ള സമരമാണ് ഇത് എന്ന തിരിച്ചറിവോടുകൂടി വന്ന ഒരു തലമുറ. അതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.